നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം വരുമ്പോൾ ബി ജെ പിക്ക് ചിരിക്കാൻ ഒരുപാടുണ്ട്. എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കി ഹരിയാനയിൽ 3ാം വട്ടവും ബി ജെ പി ജയിക്കുന്നു എന്ന് മാത്രമല്ല, ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം. 50 സീറ്റുകളിൽ ഇപ്പോൾ ബി ജെ പി വിജയിക്കുകയോ മുന്നിട്ട് നിൽക്കുകയോ ചെയ്യുകയാണ്. 25 സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചിരിക്കുന്നു, 25 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. അങ്ങനെ 50 സീറ്റ്. ഇതുവരെയുള്ള ബെസ്റ്റ് പെർഫോമൻസ് 2014 നേടിയ 47 ആയിരുന്നുവെങ്കിൽ കേവല ഭൂരിപക്ഷവും കടന്ന് 5 സീറ്റുകൾക്കപ്പുറത്ത് ഒരു വലിയ വിജയം ബി ജെ പി ഹരിയാനയിൽ സ്വന്തമാക്കിയിരിക്കുന്നു. 4 ഭൂരിപക്ഷത്തോടെ, അതായത് 70 സീറ്റുകൾക്ക് മുകളിൽ നേടിക്കൊണ്ട് വിജയിക്കാം എന്ന ഒരു വലിയ പ്രതീക്ഷ കോൺഗ്രസ് വെച്ച് പുലർത്തിയിരിക്കുന്നത് അസ്ഥാനത്തായിരിക്കുന്നു എന്നുള്ളതാണ് ഹരിയാനയെ കുറിച്ച് പറയാനുള്ളത്. ജമ്മു ആൻഡ് കാശ്മീരിൽ അതേസമയം പലരും ഒരു തൂക്കുസഭ പ്രവചിച്ചെങ്കിൽ ഇപ്പോൾ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അധികാരമേറാൻ പോവുകയാണ്. അവിടെയും കോൺഗ്രസിന്റെ പ്രകടനം മോശമായി. നാഷണൽ കോൺഫറൻസിന്റെ സ്ട്രൈക്ക് റേറ്റ് വളരെ മിന്നുന്നതായതുകൊണ്ട് അവിടെ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. കോൺഗ്രസ് ഒരുപാട് പ്രതീക്ഷിച്ചിടത്തു നിന്ന് വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയ ഒരു ദിവസം കടന്നു പോവുകയാണ്. എങ്ങനെയാണ് ഈ ജനവിധി സാധ്യമായത്? ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് സകല എക്സിറ്റ് പോളുകളും വലിയ വിജയം കോൺഗ്രസിന്, വലിയ മുന്നേറ്റം കോൺഗ്രസിന് പ്രവചിച്ചിരുന്നു എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. അതിരാവിലെ തുടങ്ങിയ ആഘോഷങ്ങളായിരുന്നു ACC ആസ്ഥാനത്തും ഹൂഡയുടെ വീടിന് മുന്നിലും എല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ ആ വാദ്യമേളങ്ങളെല്ലാം നിലയ്ക്കാൻ അധിക താമസമുണ്ടായിരുന്നില്ല. മധുര വിതരണമെല്ലാം കൈപ്പിൽ കൊണ്ടുചെന്നെത്താൻ അധിക താമസമുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഇന്നത്തെ യാഥാർത്ഥ്യത്തിന്റെ കാഴ്ച എന്ന് പറയുന്നത്. കോൺഗ്രസ് പാളയങ്ങളാകെ ശോകമൂകമായ കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. ജമ്മു കാശ്മീരിൽ ഒരു രാഷ്ട്രീയ തിരുത്തിയെഴുത്തിന് സാധിച്ചു എന്നുള്ളിടത്ത് മാത്രമാണ് കോൺഗ്രസിന് ഒരു വലിയ ആത്മവിശ്വാസം. അവിടെയും ഈ പറയുന്നത് പോലെ നാഷണൽ കോൺഫറൻസിന്റെ അക്കൗണ്ടിലാണ് ആ വിജയം എന്നുണ്ട് എങ്കിലും തീർച്ചയായും നമുക്ക് വിശകലനങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഡോക്ടർ മോഹൻ വർഗീസ് നമ്മോടൊപ്പം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ തന്നെ ഉണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, എല്ലാവരും പ്രതീക്ഷിച്ചതിൽ നിന്ന്, ബി ജെ പി പോലും പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജനവിധിയാണ് ഹരിയാനയുടെ കാര്യത്തിൽ ഉണ്ടായത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് വേണ്ടത്ര ഗൃഹപാഠം ചെയ്യാതെ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ മാത്രം ഊന്നി, ജാട്ട് വോട്ടിൽ മാത്രം ഊന്നി നടത്തിയ രാഷ്ട്രീയ പരീക്ഷണമാണോ ഇത്ര വലിയ തിരിച്ചടി കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റുവാങ്ങേണ്ടി വന്നത്? അപ്പുറത്ത് ജാട്ടിതര വോട്ടുകളുടെ കൺസോളിഡേഷൻ ഉണ്ടാവുന്നത് മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയോ? ശ്രീ അഭിലാഷ്, ജാട്ട് വോട്ടുകളുടെ മാത്രം ബലത്തിലും അതുപോലെ PKJ എന്ന ഫോർമുല, പഹൽവാൻ, കിസാൻ ആൻഡ് ജവാൻ, ഈ 3 വിഭാഗങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണ ലഭിക്കും. യുവജനങ്ങൾ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്നു, അവരുടെ പിന്തുണ. പഹൽവാൻ ഗുസ്തിക്കാരുടെ പിന്തുണ, കാരണം ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ നടത്തിയ ഘോരമായ സമരങ്ങളും അത് ഗുസ്തി താരങ്ങൾ ഉൾപ്പെടെ തെരുവിലിറങ്ങേണ്ട അവസ്ഥ വന്നതും ഇതെല്ലാം തന്നെ വോട്ടായി മാറും, ഗുഡ്വില്ലായി മാറും എന്ന പ്രതീക്ഷയാണ് സ്ഥാനത്തായത്. ശ്രീമതി വിനേഷ് ഫോഗട്ടിന് വിജയിച്ചു വരാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് പരാജയത്തിനിടയിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു രജത രേഖ. അതുകൊണ്ട് വേണ്ട രീതിയിൽ കർഷകരുടെ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ കർഷകരുടെ ഒരു മടുപ്പ് അത് വോട്ടായി മാറിയിട്ടില്ല എന്ന് കാണാം. ഇവിടെ അർബൻ ഹരിയാനയെയും റൂറൽ ഹരിയാനയെയും പ്രത്യേകമായി കാണേണ്ടതുണ്ട്. ഡൽഹിയോടൊക്കെ ചേർന്ന് കിടക്കുന്ന കുരുക്ഷേത്ര പോലെയുള്ള, അംബാല പോലെയുള്ള അർബൻ ഹരിയാന, ഫരീദാബാദ്, ആ മേഖലകളിലൊക്കെ BJPക്ക് വ്യക്തമായ മേൽക്കൈയാണ് ഉള്ളത്. അത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. കാരണം അർബൻ പാർട്ടിയായിട്ടാണ് പൊതുവെ BJP അറിയപ്പെട്ടിരുന്നത്. നോക്കൂ ശ്രീ അഭിലാഷ് മാധു, ഇവിടെ BJPയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമായിരുന്നില്ല ഹരിയാന എന്നോർക്കണം. ഒരു പരിധിവരെ സോഷ്യലിസ്റ്റുകളും താവു ദേവിലാലിൻ്റെ ലോക്ദളും എല്ലാം അരങ്ങുവാണിരുന്ന ഒരു ഘട്ടമാണ്. ഈ പാർട്ടികൾക്ക് നിർണായക സ്വാധീനമുണ്ടായിരുന്നു. അവരെ എക്കാലത്തും എതിർത്തിരുന്നത് കോൺഗ്രസ് ആണ്. പക്ഷേ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഹരിയാന രാഷ്ട്രീയത്തിൽ ഒരു പുതിയ താരോദയമായി BJP വരികയാണ്. അത് മോദി ഇഫക്റ്റിൽ തന്നെയാണ് വരുന്നത്. 47 സീറ്റുകളാണ് 2014 മോദി തരംഗത്തിൽ, സംസ്ഥാന തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തൊട്ട് ശേഷം നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മോദി തരംഗത്തിലേറെ 47 സീറ്റാണ്. ആദ്യമായിട്ടാണ് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നത്. 4 സീറ്റിൽ നിന്നും, തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പിലെ 4 സീറ്റിൽ നിന്നും 47 സീറ്റായി മാറുന്നു. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായി, ചെറിയ തോതിലെങ്കിലും ഉണ്ടായി. അങ്ങനെയാണ് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നതും കേവലം 40 സീറ്റിലേക്ക് BJP ഒതുങ്ങിയെങ്കിലും 10 സീറ്റുള്ള JJPയുടെ സഹായത്തോടു കൂടി ഭരണത്തിലെത്താൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കിസാൻ, പഹൽവാൻ അല്ലെങ്കിൽ ജവാൻ, ഈ വിഭാഗങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി വ്യക്തമായ മേൽക്കൈ കോൺഗ്രസിന് ലഭിക്കും. അപ്പോൾ ഓൾ സ്റ്റാർസ് ഷൈനിങ് ഓൺ ദ ഫേസ് ഓഫ് കോൺഗ്രസ് എന്നായിരുന്നു കണക്കുകൂട്ടൽ. അതെവിടെയാണ് പാളിയതെന്ന് ചോദിച്ചാൽ, 1 കോൺഗ്രസിൻ്റെ അമിതമായ ആത്മവിശ്വാസം, 2 കോൺഗ്രസിൻ്റെ ഈ ആത്മവിശ്വാസം താഴെത്തട്ടിലെത്തിയില്ല. സംഘടനാ സംവിധാനം അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവൽ സംഘടനാ മെഷീനറിയെ ചലിപ്പിക്കാൻ അത് പര്യാപ്തമായില്ല എന്ന് കാണണം. അത് മാത്രം
ശ്രീ നൌഷാദ് അലി, എങ്ങനെ പരാജയപ്പെട്ടു ഹരിയാനയിൽ എന്നത് സംബന്ധിച്ച് കോൺഗ്രസിനൊരു ഉത്തരമുണ്ടോ? ഇവിടെ ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ ആ പരാജയത്തെ നോക്കിക്കാണുമ്പോൾ അത് കോൺഗ്രസ് നേരിടുന്നതൊരു മഹാശക്തിയാണ്. അതിൽ BJP ഉണ്ട്, അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുണ്ട്, ഭരണത്തിൻ്റെ വലിയ തോതിലുള്ള ദുസ്വാധീനങ്ങളുണ്ട്. ഇങ്ങനെയുള്ളൊരു വലിയ മുന്നേറ്റത്തോട് കോൺഗ്രസ് ഏറ്റുമുട്ടുകയും ഒരു പരാജയം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷേ ഇവിടെ BJPക്കെതിരെ ജയിക്കാൻ കിട്ടുന്നൊരു സാഹചര്യം അതിനെ ആത്മവിശ്വാസ കൂടുതൽ കൊണ്ട് നേരിടാതെ സാധ്യമാകുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ച് ചെറിയ ഘടകങ്ങളെപ്പോലും പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് ഇനിയുള്ള തെരഞ്ഞെടുപ്പിലെങ്കിലും കാണിക്കണം. അത് ഒരു പിന്നെ നയമായിട്ട് സ്വീകരിക്കണം. കാരണം BJP ഒരിക്കലും അങ്ങനെ ചെറുതായിട്ട് ഏതൊരു സാഹചര്യത്തിലും കാണരുത് എന്ന തോതിലൊക്കെയുള്ള പല പാഠങ്ങളും സന്ദേശങ്ങളും ഈ തെരഞ്ഞെടുപ്പ് അവിടെ ശ്രീ നൌഷാദ് അലി വളരെ പഴയ തന്ത്രങ്ങളാണ് കോൺഗ്രസിന്റേത്. നോക്കൂ, 25% ജാട്ട് പോപ്പുലേഷൻ. അവിടെ 25% ജാട്ട് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ 75% നോൺ ജാട്ടുകൾ എന്നുള്ളത് സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന കണക്കാണ്. കോൺഗ്രസ് ഒരൊറ്റ വോട്ട് ബാങ്കിൽ മാത്രം കേന്ദ്രീകരിക്കുകയും ഒറ്റ കുടുംബത്തിൽ മാത്രം ഊന്നുകയും ചെയ്തപ്പോൾ പാർട്ടിയിലടക്കം ഇതര സമുദായക്കാർ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. കുമാരി ഷെൽജയെ പോലെയുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോ ഒരു ജാട്ട് രാജ് വരികയാണ്, റോത്തക് രാജ് വരികയാണെന്നൊരു തോന്നൽ ഉണ്ടാവുകയും അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ട് പോലും അപ്പുറത്ത് വേറൊരു കൺസോളിഡേഷൻ ഉണ്ടാവുകയും BJP അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഇലക്ഷനെ സംബന്ധിച്ച് സ്ട്രാറ്റജി വളരെ പ്രധാനമാണ്. കോൺഗ്രസ് ഈ പഴയ പടക്കുതിരകൾക്ക്, ഇപ്പൊ കമൽനാഥിന് മധ്യപ്രദേശ് വിട്ടുകൊടുത്തതുപോലെ ഭൂപീന്ദർ ഹൂഡയ്ക്കും കുടുംബത്തിനും കോൺഗ്രസ് പാർട്ടിയുടെ ഹരിയാനയിലെ നടത്തിപ്പങ്ങ് തീരെഴുതിയത് കൊണ്ടാണ് ഈ പരാജയം ഉണ്ടാവുന്നത്. അല്ല, ഇവിടെ ഓരോ സംസ്ഥാനത്തുള്ള നേതാക്കളെയൊന്നും അങ്ങനെ നമുക്കൊരു നിമിഷം കൊണ്ട് കടപുഴക്കാനൊന്നും കഴിയില്ല. പക്ഷേ അവർ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സമീപിക്കുന്നു, അതിലെങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിലൊക്കെ തീർച്ചയായിട്ടും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള വലിയ പാഠങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ടോ എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഇവിടെ ഒരു ജാട്ട് വോട്ടിൽ മാത്രം കേന്ദ്രീകരിച്ചൊരു തെരഞ്ഞെടുപ്പായിട്ട് ഞാനിതിനെ കാണുന്നില്ല. കാരണം ഇവിടെ നിങ്ങൾ ഈ ഇലക്ഷനിൽ ജയിച്ച നമ്പറുകളുടെ എണ്ണത്തിൽ കോൺഗ്രസ് BJPക്ക് 15ഓളം സീറ്റുകൾ പുറകിലാണെങ്കിലും അവിടുത്തെ വോട്ടിംഗ് ശതമാനത്തിൽ BJP ആണ് കോൺഗ്രസിന്റെ പുറകിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് മാറിയിരിക്കുന്നു. ശ്രീ നൌഷാദ് അലി, BJPക്ക് 39% 8-8 കോൺഗ്രസിന് 39% 0.5% നിലവിലത്തെ ഒരു വോട്ട് ശതമാനം എന്ന് പറയുന്നത്. അതൊക്കെ പഴങ്കഥയായി പോയിരിക്കുന്നു. ശ്രീ സന്ധ്യ വാര്യർ, ആത്മാർത്ഥമായി പറയണം, ഇത്രയും വലിയൊരു വിക്ടറി BJP തന്നെ പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ മാധ്യമപ്രവർത്തകരും ഒരിക്കലും BJP വിജയിക്കില്ല എന്ന പ്രതീക്ഷയിലായിരുന്നല്ലോ ഇന്ന് 11 മണി വരെ ഉണ്ടായിരുന്നത്. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണല്ലോ. പക്ഷേ ഇവിടെ എനിക്ക് രസകരമായി തോന്നിയത്, നേരത്തെ നിങ്ങൾ നൌഷാദിനോട് ചോദ്യം ചോദിച്ചു കോൺഗ്രസിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി പഴകിയതാണോ എന്ന്. കോൺഗ്രസിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി മാത്രമല്ല, തോൽക്കുമ്പോൾ ന്യായീകരണ ക്യാപ്സ്യൂളുകളും പഴകിയത് തന്നെയാണ് ഇവിടെ ആവർത്തിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈവൻ EVM-നെ വരെ കുറ്റം പറയുകയാണ്. ഇത് എന്തൊരു മോശമാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോൽക്കാം ജയിക്കാം, ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. തൊട്ടപ്പുറത്ത് കാശ്മീരിലെ EVM നല്ലതും ഇപ്പുറത്ത് ഹരിയാനയിലെ EVM മോശവുമാവുന്നത് എങ്ങനെയാണ്? കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തിയതും ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയതും ഒരേ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രണ്ട് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നത് EVM-ലാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്ത് EVM-നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സമയത്ത് കുറ്റപ്പെടുന്നത് മറ്റൊരു ന്യായീകരണം ഇല്ലാത്തതുകൊണ്ടല്ലേ? ന്യായീകരണ ക്യാപ്സ്യൂളിലെങ്കിലും ഒരു പുതുമ വേണ്ടേ? ഇവിടെ BJP നോക്കൂ, തുടർച്ചയായി 10 വർഷം ഭരിച്ച ഒരു സംസ്ഥാനമാണ്. BJP ഭരിക്കുന്ന ഒട്ടുമിക്കവാറും സംസ്ഥാനങ്ങളിലും തുടർഭരണം നിലനിർത്താൻ BJP കഴിയുന്നുണ്ട് എന്നുള്ളത് BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രോ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വികസനോന്മുഖ രാഷ്ട്രീയത്തിനോടുള്ള ജനങ്ങളുടെ താല്പര്യം കൊണ്ടാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ, പാവപ്പെട്ടവർ, അതുപോലെ തന്നെ യുവാക്കൾ, കർഷകർ, അങ്ങനെ സ്ത്രീകൾ, ഇവരെല്ലാവരും തന്നെ BJPയുടെ വികസനോന്മുഖ രാഷ്ട്രീയത്തോട് യോജിക്കുന്നു, BJPയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു, മോദിയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പ്രത്യേകിച്ച് ഹരിയാനയിലെ സർക്കാർ, ഇപ്പോൾ മനോഹർ ലാൽ ഖട്ടർ ആണെങ്കിലും അതിനുശേഷം നായിബ് സൈനി ആണെങ്കിലും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ ഹരിയാന സർക്കാർ നടത്തിയിട്ടുള്ള ഒട്ടേറെ പരിശ്രമങ്ങളുണ്ട്. അതിനെയൊക്കെ കണ്ടില്ല എന്നടിക്കാൻ സാധിക്കില്ല. ഇത് കേവലം ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല, മറിച്ച് ആ സർക്കാർ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഏറ്റവും അധികം ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്.
3000 രൂപയുടെ ക്ഷേമ പെൻഷനാണ് ഹരിയാന സർക്കാർ കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് എല്ലാ മാസവും ജനങ്ങളുടെ കൈവശം ആ ക്ഷേമ പെൻഷൻ എത്തുന്നുണ്ട്. കേരളത്തിൽ 1600 രൂപ കൊടുക്കുന്ന സമയത്ത് അതാണ് ഏറ്റവും വലിയ ക്ഷേമ പെൻഷൻ എന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ. അത് തന്നെ 5 മാസവും 6 മാസവും മുടങ്ങിയാണല്ലോ. അവിടെ അത് മുടങ്ങുന്നില്ല, കൃത്യമായി ജനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നു, അത് 3000 രൂപ കിട്ടുന്നു. അതൊക്കെ ഒരു വലിയ മാറ്റമല്ലേ? സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ള പദ്ധതികൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഹരിയാന സർക്കാർ നടപ്പാക്കുന്നു. കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതി നടപ്പാക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ കാലമായി ശരിയാണ്. ഞാൻ ചോദിച്ചത് ഇപ്പോൾ വിജയത്തിന്റെ ഫോർമുല നിങ്ങൾക്ക് കൃത്യമായി പറയാൻ കഴിയും. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു റിസൾട്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് ഇത്രയും വലിയൊരു വിക്ടറി BJP പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. 200 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ സേനി അവിടെ CM ആയിട്ട്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അങ്ങനെ ഒരു മാറ്റം വരുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ? അല്ല, സ്വാഭാവികമായിട്ടും 10 വർഷക്കാലം ഭരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ക്രിയേറ്റ് ചെയ്യപ്പെടാം. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, അതിനെ ഡിനേ ചെയ്തുകൊണ്ട് കാര്യമില്ല. സത്യമല്ലാതാകുന്നില്ല. ആന്റി ഇൻകംബൻസി ഫാക്ടർ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം എല്ലാ ആളുകളെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഇവിടെ ആന്റി ഇൻകംബൻസി ഫാക്ടർ അല്ല, പ്രോ ഇൻകംബൻസി ഫാക്ടർ ഹരിയാനയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതും എങ്ങനെ? ഇവിടെ വലിയ തോതിലുള്ള നുണപ്രചരണങ്ങളുടെ ഒരു പെരുമഴക്കാലം തന്നെ ഉണ്ടായല്ലോ ഹരിയാനയിൽ. ഉദാഹരണത്തിന് കർഷക സമരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാ പറഞ്ഞത്? കർഷക സമരം കൊടുമ്പിരിക്കൊണ്ട പ്രദേശങ്ങളിൽ BJP പച്ച തൊടില്ല എന്നാണ് പറഞ്ഞത്. കർഷക സമരം നടന്ന മേഖലകളിലൊക്കെ BJP ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടി. കർഷക കുടുംബങ്ങളിൽ നിന്നൊക്കെ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തി. അതുപോലെ ജവാന്മാർ അഗ്നിവീർ പദ്ധതിക്ക് അനുകൂലമായിട്ടുള്ള ജനവിധിയല്ലേ ഉണ്ടായത്? ഏറ്റവും അധികം എന്തിനാ സൂചിപ്പിക്കുന്നത്? അഗ്നിവീർ പദ്ധതിയെ അവിടുത്തെ യുവാക്കൾ നെഞ്ചോട് ചേർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ വിനേഷ് ഫോഗട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നങ്ങൾ പോലും ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പാർലമെന്റിനകത്ത് ഇതെന്തോ BJP ചെയ്ത കുറ്റം പോലെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അത്തരം സാഹചര്യങ്ങളുണ്ടായി. എന്നിട്ട് പോലും ഞങ്ങൾ വളരെ അവധാനതയോടുകൂടി മാത്രം ആ വിഷയത്തെ സമീപിച്ചു. ഞങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടി അത് ഉപയോഗിച്ചു. എന്നിട്ട് പോലും ഹരിയാന പോലെ എനിക്ക് നേരിട്ട് അറിയാവുന്ന സ്ഥലമാണ് ഹരിയാനയിൽ ഗ്രാമീണ തലങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ അവരുടെ ഹൃദയ വികാരമാണ് ഗുസ്തി എന്ന് പറയുന്നത്. ഞാൻ അവിടുത്തെ ചില ഗ്രാമങ്ങളിൽ പോയ സമയത്ത് അവിടുത്തെ ഗ്രാമീണർ വലിയ താല്പര്യത്തോടു കൂടി നമുക്ക് അവരുടെ ഗുസ്തി പരിശീലന കളങ്ങൾ കാണിച്ചു തന്നു. വൈകുന്നേരം അവർക്ക് നടത്തുന്ന ഗുസ്തി പരിശീലനം കാണിച്ചു തന്നു. അവിടെ MBA പഠിച്ച IT കമ്പനി ജോലി ജയിച്ചത് ഒരു ഈസി വാക്ക് ഓവർ സീറ്റിലല്ല. കഴിഞ്ഞ തവണ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയ സീറ്റിലാണ് അവിടെ വിനേഷ് ഫോഗട്ട് ജയിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. നോക്കൂ, 2014 നിങ്ങൾ ആദ്യം അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്കാണ് പോകുന്നത്. INLD ആണ് അവിടെ 2ാം സ്ഥാനത്ത്. അന്ന് 20% വോട്ടിലേക്ക് വീണുപോയ കോൺഗ്രസ് 2019 ആകുമ്പോൾ 28% വോട്ടിലേക്കും 2ാം സ്ഥാനത്തേക്കും വരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവര് 39% വോട്ടിലേക്ക് വരുന്നുണ്ട്. മറ്റു പാർട്ടികൾ INLDയും JJPയും ഏതാണ്ട് നാമാവശേഷമാകുന്നു. ആം ആദ്മി പാർട്ടിക്ക് പച്ച തൊടാൻ കഴിയുന്നില്ല. നിങ്ങളുടെ എതിരാളി കോൺഗ്രസ് ആണല്ലോ. ഒരു ബൈപോളാർ കോൺഗ്രസ് ഉണ്ടാവുന്നു. ശരിയാണ്, BJPയോട് മുട്ടി കോൺഗ്രസ് പരാജയപ്പെട്ടു പോയി. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്നത് നിശേഷം തുടച്ചു നീക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ശക്തിയല്ല. ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരും. 10 കൊല്ലം മുമ്പ് 20% പോയ കോൺഗ്രസ് 39% മടങ്ങി വന്നിരിക്കുന്നു ഹരിയാനയിൽ എന്നുള്ളതും ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. അഭിലാഷ്, ഒന്ന് ഈ പറയുന്ന വിനേഷ് ഫോഗട്ട് ജയിച്ച ജൂലാന എന്ന് പറയുന്ന ആ സീറ്റിൽ BJP ഒരു കാലത്തും ജയിച്ചിട്ടില്ല. BJP ഒരു കാലത്തും ജയിക്കാത്ത സീറ്റാണ് ഒന്ന്. 2, ഈ വിവാദം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിനേഷ് ഫോഗട്ടിനെ പോലത്തെ ഒരു ഒളിമ്പ്യൻ സ്വാഭാവികമായിട്ടും ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ജയിച്ചു വരേണ്ടതാണ്. കാരണം ഹരിയാനയുടെ യശസ് ഉയർത്തിയ, രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ഒരു ഒളിമ്പ്യൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടേണ്ട ജയം, ആ ജയം അത്രത്തോളം തിളക്കം ആ ജയത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. അത് മാത്രമല്ല, വിനേഷ് ഫോഗട്ടിന്റെ ഇവർ ഉയർത്തിയ വിഷയത്തിന്റെ ഒരു ഗ്രാവിറ്റി അനുസരിച്ച് അത് ഹരിയാനയിൽ പൂർണ്ണമായിട്ടും BJPയെ ബാധിക്കേണ്ടതായിരുന്നു. അങ്ങനെ ബാധിച്ചിട്ടില്ല. അത് സൂചിപ്പിക്കുന്ന എന്താ? നിങ്ങളും കോൺഗ്രസും ഒക്കെ കാലങ്ങളായി BJPക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം ഹരിയാനയിലെ ജനങ്ങൾ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. ശരി, ശ്രീ മോഹൻകുമാർ, ഇപ്പൊ നോക്കൂ, കർഷക പ്രക്ഷോഭം വലിയ തോതിൽ BJPക്കെതിരെ കോൺഗ്രസ് ആയുധമാകുമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അതുപോലെ തന്നെ അഗ്നിവീർ പദ്ധതി ഏറ്റവും വലിയ പോരാളിയായിരുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. ഇപ്പോഴത്തെ ഈ ഫയൽവാന്മാരുമായി ബന്ധപ്പെട്ട പ്രശ്നം, അത് അങ്ങനെ വിനേഷ് അവിടെ നിന്ന് മത്സരിക്കുന്നുണ്ട് ജുലാനയിൽ എങ്കിൽ അതിന്റെ വ്യാപന ശേഷി ഹരിയാനയിൽ മുഴുവൻ വേണ്ടതല്ലേ എന്നാണ് സന്ദീപ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ BJPക്കെതിരെ ഉപയോഗിക്കാൻ കോൺഗ്രസ് ആവനാടിയിൽ വെച്ചിരുന്ന മുഴുവൻ ആയുധങ്ങളും അവർക്കെതിരെ തന്നെ തിരിയുന്ന ഒരു കാഴ്ച ഹരിയാനയിൽ കാണാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അതിന്റെ കാരണം മധു, ഇത് സംഭവിച്ചിരിക്കുന്നത് ഹരിയാന ഒരു മൾട്ടി കോർണർ കോൺഗ്രസ് സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രവണത ഒരു 2 ഹോഴ്സ് റേസിലേക്ക് ഹരിയാന കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണ് കോൺഗ്രസിന്റെ വോട്ട് ഷെയർ 20-ൽ നിന്നും 40-ലേക്ക് 39.1 മാറുന്നു. BJPയുടെ വോട്ട് ഷെയറും കൂടുന്നു. ഇതിന്റെ മെച്ചം അനുഭവിച്ചത് BJPക്കാണ്. കാരണം ഭരണവിരുദ്ധ വികാരം
പലതായി ചിതറി. നോക്കൂ, ചെറിയ തോതിൽ മാത്രമാണ് INLD വോട്ട് പിടിച്ചിരിക്കുന്നത്. കേവലം 2 സീറ്റിലാണ് അവർക്ക് വിജയ സാധ്യത. അതുപോലെ തന്നെ JJP പൂർണ്ണമായും അസ്തമിച്ചിരിക്കുന്നു. 1-2 സീറ്റിൽ ഒരുപക്ഷെ അന്തിമ കണക്കിൽ വിജയിച്ചു വന്നേക്കാം. അതിന് സാധ്യതയില്ല. അവിടെ ദുഷ്യന്ത് ചൗട്ടാല 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ ആണ്. ദുഷ്യന്ത് ചൗട്ടാലയും പരാജയപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അഭയ് സിംഗ് ചൗട്ടാലയും പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് വിജയം. അതുകൊണ്ട് ദേവിലാലിന്റെ ചെറുമക്കൾക്ക് ആർക്കും തന്നെ പച്ച തൊടാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല ലോക്ദളിന്റെ ട്രഡീഷണൽ ലോക്ദളിന്റെ ആ ഒരു സ്പേസ് പൂർണ്ണമായി ഒന്നുകിൽ BJPയിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ സ്വാംശീകരിക്കപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് പ്രധാനമായും എടുത്തത് BJP ആണെന്ന് കാണാം. ഇവിടെ ജാതി മാത്രം നോക്കിയാൽ പോരാ. ശരിയാണ്, നേരത്തെ നമ്മൾ സംസാരിച്ചത് പൂർണ്ണമായും ശരിയാണ്. കോൺഗ്രസിന്റെ വലിയ പ്രതീക്ഷയായിരുന്നു 26% വരുന്ന ജാറ്റ് പോപ്പുലേഷന്റെ കലവറയില്ലാത്ത പിന്തുണ. പക്ഷേ അവർ മറന്നത് എന്ന് പറയുന്നത് BJP ഇറക്കിയ ഒരു ട്രംപ് കാർഡായിരുന്നു നൈബ് സിംഗ് സൈനി എന്നത്. ഒരു ജാട്ട് നേതാവിനെ മാറ്റിക്കൊണ്ട് ഒരു OBC നേതാവിനെ പ്രതിഷ്ഠിക്കുക വഴി ജാട്ട് ഇതര വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ ദളിത് വോട്ടുകളും OBC വോട്ടുകളും എല്ലാം വളരെ സൈലന്റായി BJPയിലേക്ക് അത് കോൺഗ്രസിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളിടത്ത് മാത്രമല്ല. നോക്കൂ, 28 ജാട്ട് സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനുള്ളപ്പോൾ 16 ജാട്ട് സ്ഥാനാർത്ഥികളാണ് BJPക്ക് ഉണ്ടായിരുന്നത്. OBC ഫേസ് എന്നുള്ള നിലയിൽ സൈനി മുഖ്യമന്ത്രിയാവുന്നു. OBC വോട്ടുകൾ നോക്കൂ, ജാട്ട് പോപ്പുലേഷൻ 25% ഹരിയാനയിലെ OBC പോപ്പുലേഷൻ എന്ന് പറയുന്നത് 40%. നമ്പറാണ് അത്. കോൺഗ്രസിന് പക്ഷേ മനസ്സിലാവുന്നില്ല. കോൺഗ്രസിന്റെ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു? വലിയൊരു ചങ്ക് ഭൂപിന്ദർ ഹൂഡ അദ്ദേഹത്തിന്റെ സ്വന്തം നിലയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നിലയിലേക്ക് വരുന്നു. വളരെ സ്ട്രാറ്റജിക് ആയി കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് പാലിച്ച് BJP അവരുടെ പോൾ മെഷീൻ എങ്ങനെയാണോ വർക്ക് ചെയ്യേണ്ടത് അത് വർക്ക് ചെയ്യിക്കുന്നു. കോൺഗ്രസ് ഒരു ആൾക്കൂട്ട പാർട്ടി ആയതുകൊണ്ട് കോൺഗ്രസിന് അത് കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ 2 തുല്യ ശക്തികൾ ഏറ്റുമുട്ടുമ്പോൾ കൂടുതൽ പ്രൊഫഷണലായ സംഘം വിജയിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് ശ്രീ അഭിലാഷ് മനസ്സിലാക്കേണ്ടത്. കാരണം കുറച്ചുകൂടെ മെച്ചപ്പെട്ട സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്ത പാർട്ടി ഇവിടെ BJP ആണ്. പക്ഷെ അവർ കോലാഹലങ്ങളില്ലാതെ അത് പൂർത്തീകരിച്ചു. അതേസമയം വലിയ പ്രതീക്ഷയോടുകൂടി, വലിയ ഫാൻഫെയറോടുകൂടി ഇതാ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ കോൺഗ്രസ് പെരുമാറി. ഇംഗ്ലീഷ് ഒരു സെയിങ് ഉണ്ടല്ലോ, ഡോണ്ട് കൗണ്ട് ദ ചിക്കൻ ബിഫോർ ദേ ആർ ഹാച്ച്ഡ്, അല്ലേ? കോഴിമുട്ട വിരിഞ്ഞ് കുഞ്ഞാകുന്നതിന് മുൻപ് തന്നെ ഇതിനെ കൗണ്ട് ചെയ്യാൻ ശ്രമിച്ചെടുത്താണ് കോൺഗ്രസിന് പാളിച്ച. ഈ പുറമേ കാണുന്ന ഒരു ഹൈപ്പ് ഉണ്ടായില്ല താഴെത്തട്ടിൽ. അതുമാത്രമല്ല, കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഹരിയാനയിൽ ഇൻടാക്റ്റ് ആണെന്നാണ് കോൺഗ്രസ് ക്ലെയിം ചെയ്തിരുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം കാട്ടുന്നത്. കാരണം BJPയുടെ സംഘടനാ സംവിധാനത്തിന് ഊർജം നൽകിയിരുന്നത് എക്കാലത്തും RSS ആണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSS BJP കോർഡിനേഷൻ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുകയായിരുന്നു. അത് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു എന്ന സൂചന കൂടെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ ആന്റി ഇൻകംബൻസി വോട്ടുകൾ അങ്ങനെ ചിതറിപ്പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് അതിന്റെ ഒരു മേജർ ഷെയർ എടുത്തിട്ടുണ്ട്. അവരുടെ വോട്ട് ശതമാനം ഏതാണ്ട് 19% അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആകെ 20% വോട്ടുകൾ ചിഹ്നിച്ചേറിപ്പോയി. എനിക്ക് തോന്നുന്നു BSP ഒക്കെ നോട്ടയ്ക്കും താഴെയാണ് എന്നൊരു സാഹചര്യം. ഒരുപാട് പാർട്ടികൾ ഉണ്ടായിരുന്നു, സ്വതന്ത്രം ഉണ്ടായിരുന്നു. അവർക്കൊന്നും കൺസിഡറബിൾ ആയി വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വോട്ടുകൾ മുഖ്യമായും 80% വോട്ടുകളും കോൺഗ്രസിനും BJPക്കും ഇടയിലാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ബാക്കി ഒരു 20%ത്തിലേക്കാണ് ബാക്കി എല്ലാവരും BSP, അതുപോലെ തന്നെ ചന്ദ്രശേഖർ ആസാദിന്റെ പാർട്ടി, 2 ജാട്ട് പാർട്ടികൾ പ്ലസ് ഈ ആം ആദ്മി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ. കാര്യമായി അവർക്ക് വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും കുറച്ച് ഭരണവിരുദ്ധ വോട്ടുകൾ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആത്യന്തികമായി കോൺഗ്രസിന്റെ സ്ട്രാറ്റജി പാളി എന്നാണ് നമുക്ക് ഒരു വാചകത്തിൽ ഇതിനെ പറയാൻ കഴിയുക. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയിലേക്ക്. KP നൗഷാദ് അലി, കോൺഗ്രസ് എന്ത് പാഠമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പഠിക്കുന്നത്? കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നു, BJP വലിയ പ്രതീക്ഷകൾ പുലർത്തിയ തെരഞ്ഞെടുപ്പിൽ ആ പ്രതീക്ഷയ്ക്ക് അനുഗുണമായ വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. മൊത്തത്തിൽ BJP സംവിധാനം ദുർബലപ്പെടുന്നു, അതല്ലെങ്കിൽ അപ്രമാദിത്വം അവസാനിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാവുന്നു. കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കുകയാണെന്ന തോന്നൽ വരുന്നു. രാഹുൽ ഗാന്ധി അതിശക്തമായി എമർജ് ചെയ്യുകയാണെന്ന തോന്നൽ വരുന്നു. അദ്ദേഹം ഒപ്പോസിഷൻ ലീഡർ ആവുന്നു. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അത് സാധിച്ചേനെ. കാരണം നിങ്ങൾക്ക് സംഘടനയുള്ള സംസ്ഥാനമാണ്, BJPയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമല്ല, എല്ലാ ഘടകങ്ങളും അനുകൂലമാണ്. വെള്ളിത്താനത്തിൽ വെച്ച് വിജയം കോൺഗ്രസിന് സമ്മാനിച്ചേനെ ഹരിയാന. അത് കോൺഗ്രസിന്റെ പാൻ ഇന്ത്യ മൂവ്മെന്റിന് നൽകുന്ന ബൂസ്റ്റ് വളരെ വലുതായിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, മഹാരാഷ്ട്ര പോലെ ഒരു വലിയ സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, ജാർഖണ്ഡ് പോവുകയാണ്, പിന്നെ ഡൽഹിയും അതുപോലെ തന്നെ ബീഹാറും പോവുകയാണ്. ആകെ നറേറ്റീവിനെ സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിജയം എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിന് ലഭിച്ചേനെ ഹരിയാനയിൽ. അതെങ്ങനെ കൈമോശം വന്നു എന്നുള്ളത് ആഴത്തിൽ പഠിക്കണ്ടേ. ഇത്ര ദുർബലമായ അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോവുക എന്നുള്ളത് നിങ്ങൾ 2029 ഇന്ത്യ ഭരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ പരിഹരിച്ചു പോകേണ്ട കാര്യമായിരിക്കും.
അല്ല അഭിലാഷ്, ഇവിടെ 2 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ ഒന്നാണ് ഹരിയാന, ഒന്ന് ജമ്മു കാശ്മീരുണ്ട്. രണ്ടിടത്തും 90 സീറ്റുകളാണ് ഉള്ളത്. ഞാനിവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്താൻ കാരണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ABVP, യുവമോർച്ച, BMS എന്നൊക്കെയുള്ള BJPയുടെ ഒരു പോഷക ഘടകമായിട്ടാണ് ഇവിടെ വർത്തിച്ചു പോരുന്നത്. BJPക്കാരും നേതാക്കളും എന്ത് ഇൻഫ്ലമേറ്ററി ആയ സ്റ്റേറ്റ്മെന്റ് കൊടുത്താലും ഒരു തരത്തിലുള്ള അനക്കവും ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള ഔദ്യോഗിക നീക്കങ്ങളും നടത്തുന്ന, തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്ന, തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ ആനുപാതികമായ സമയക്രമമൊക്കെ നിശ്ചയിക്കുന്ന ദുരൂഹമായ ഇടപെടലുള്ള ഒന്നായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി. അത് ഞങ്ങൾ നിരന്തരം പറയുന്നതാണ്. ഇപ്പൊ പറയുമ്പോൾ അത് തോറ്റതുകൊണ്ട് പറയുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ജയിച്ചാലും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപാകതകളെ കുറിച്ച് പറയും. പിന്നെ നിങ്ങൾ കോൺഗ്രസിനെ പറ്റി പറഞ്ഞു. ഇവിടെ ഹരിയാനയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളുമുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 5-5 എന്ന നിലയിലാണ് ആ മത്സരം അവിടെ അവസാനിച്ചത്. 10-ൽ 5-5 പങ്കിട്ടെടുത്തത് കോൺഗ്രസും BJPയും. ഒരു തുല്യ ശക്തികളാണ് അവിടെ തെരഞ്ഞെടുപ്പിലെ ചില മാനേജ്മെന്റിലും ഇത്തരത്തിലുള്ള പുറമേ നിന്നുള്ള ചില ശക്തികളുടെയൊക്കെ സഹായത്താലും ഒക്കെ BJP അവിടെ വിജയം ക്രമീകരിച്ചെടുത്തു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. എത്തരത്തിലാണ് അവിടെ തോറ്റുപോയത്, എന്തൊക്കെ ഘടകങ്ങളാണ് പ്രതികൂലമായത്, സഖ്യകക്ഷികൾ എന്നത് ചെറുതാണെങ്കിൽ പോലും ചേർത്ത് പിടിക്കുന്നതിൽ അപാകതകൾ വന്നോ, ഈ സഖ്യകക്ഷികൾ ബോധപൂർവം അകറ്റിയതാണോ, BJPയുടെ സമ്മർദ്ദം കാരണം അകന്നു പോയതാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഹരിയാനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പഠിക്കാനുണ്ട്. എന്നാൽ നിങ്ങൾ ജമ്മു കാശ്മീർ എടുക്കുക. അവിടെയും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടു. BJPക്ക് സ്വാധീനമുള്ള ജമ്മു മേഖലയിലൊക്കെ 7 സീറ്റുകളാണ് അവർ ഡീലിമിറ്റ് ചെയ്ത് വർദ്ധിപ്പിച്ചത്. ഈ ഡീലിമിറ്റേഷൻ എന്നത് സമ്പൂർണ്ണമായിട്ട് BJPക്ക് അനുകൂലമാക്കിയിട്ടാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ പിന്നെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസുമായിട്ടുള്ള ഇന്ത്യ സഖ്യം അവിടെ വിജയിച്ചു, അധികാരത്തിലേറിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് തെരഞ്ഞെടുപ്പുകളെ അങ്ങനെ അന്തിമ ഫലത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിലുള്ളത്. എങ്കിൽ എന്തുകൊണ്ട് കാശ്മീരിൽ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയമായ വിധിയെടുത്ത് നടന്ന കാശ്മീരിൽ അന്തിമ വിധി നിങ്ങളുടെ സഖ്യത്തിനൊപ്പം നിന്നു എന്ന് ചോദിച്ചത് കേട്ടില്ലേ നേരത്തെ സന്ദീപ് വാര്യർ? അങ്ങനെ എങ്ങനെയാണ് 2 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരിടത്തും മറ്റൊരിടത്തും മോശം EVM? തീർച്ചയായിട്ടും അല്ല. ഇവിടെ മാധു, നിങ്ങൾ ഈ പറയും പോലെ ഈ കള്ളന്മാരെല്ലാ സ്ഥലത്തും ഒരുമിച്ച് കട്ട് അവർ കേമത്വം തെളിയിക്കൊന്നുമില്ല. ഇത് നിഷ്പക്ഷമാണ് എന്ന് തോന്നിപ്പിക്കാനൊക്കെ പല അടവുകളും വേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇത്തരത്തിലുള്ള അങ്ങനെയാണ് എങ്കിൽ എവിടെയായിരിക്കും അവരുടെ ഏറ്റവും വലിയ അജണ്ട ആയിരുന്നില്ലേ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്? അവിടെ ആയിരിക്കില്ലേ അവരുടെ ഒരു സ്വാഭാവിക താല്പര്യം എന്ന് പറയുന്നത്? ഹരിയാന 10 വർഷം ഭരിച്ചു, അവിടെ ഒരു ആന്റി ഇൻകംബൻസി മൂവ്മെന്റ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാൽ കളയില്ലേ? മാധു, ഈ ജമ്മു കാശ്മീർ അത് കേന്ദ്രഭരണ പ്രദേശമാണ്. അതിൻ്റെ പോലീസിനകത്തും ഭരണത്തിലെ 70-70% നിർണായകമായ മേഖലകളിലൊന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന് അധികാരമില്ല. അത് മുഴുവൻ കവർന്ന് ലഫ്റ്റനന്റ് ഗവർണറിൽ നിക്ഷിപ്തമാക്കിയതിന് ശേഷമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതിലൊന്നും താരതമ്യപ്പെടുത്തിയിട്ട് ഇവിടുത്തെയും വിജയത്തെ ചെറുതാക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജമ്മു കാശ്മീരിൽ എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് ഞാനിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. കൃത്യമായിട്ട് ഇവരുടെയൊക്കെ പക്ഷപാതിത്വം, നീതിരാഹിത്യം, ന്യായമില്ലായ്മയൊക്കെ ഇവിടെ കൃത്യമാണ്. എന്നാൽ പോലും അതിനൊക്കെ മറികടക്കുന്ന വിജയങ്ങൾ ചില സ്ഥലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉറപ്പ് നൽകുന്നില്ല, അല്ലെങ്കിൽ ഭരണകക്ഷിയോട് ആഭിമുഖ്യം കാണിക്കുന്നു എന്ന ആരോപണം ഉയർത്താം. അതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ, അതായത് ഇലക്ഷൻ പ്രക്രിയയിലും കൗണ്ടിംഗ് പ്രക്രിയയിലും ഒക്കെ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ഉണ്ട്, അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ക്രമക്കേടുണ്ട് എന്ന വാദം കോൺഗ്രസിനുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ദുരൂഹമായ പല ഇടപെടലുകളുമുണ്ട്. നമുക്ക് സംശയാസ്പദമായ പല നിലകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും കൈവരിക്കാറുണ്ട്. അതൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടേണ്ട കാര്യമായതിനാൽ അതൊക്കെ അത്തരത്തിൽ പറഞ്ഞു വെക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഏതായാലും ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസ്ഥിതിയിൽ വലിയ സംശയം ജനിപ്പിക്കാൻ BJPയുടെ 10 വർഷത്തിനും അതിനുശേഷമുള്ള ഈ കാലഘട്ടത്തിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് വിഘാതമാകുന്ന രീതിയിലൊന്നും പഠിക്കും. മറ്റുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. 32 സീറ്റിലാണ് സഖ്യത്തിൽ മത്സരിച്ചത്. 5 സീറ്റിൽ സൗഹൃദ മത്സരവും ഉണ്ടായിരുന്നു. അവിടെയാണ് 37 സീറ്റ് മത്സരിച്ചെടുത്താണ് 6 മാത്രം കോൺഗ്രസിന്റെ നാഷണൽ കോൺഫറൻസിന്റെ അക്കൗണ്ടിലാണ് ഈ പറയുന്ന BJPയെ തോൽപ്പിച്ചെന്ന അവകാശവാദമൊക്കെ കോൺഗ്രസ് ഇപ്പോഴും ഉന്നയിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ശരി, അവിടെ സ്ട്രൈക്ക് റേറ്റ് വളരെ, കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് മോശമാണ്. പക്ഷേ സന്ദീപ് വാര്യർ, കാശ്മീരിനെ സംബന്ധിച്ച് BJP തോറ്റു, ഇന്ത്യ മുന്നണി ജയിച്ചു. ശരി, ഇന്ത്യ മുന്നണി ജയിച്ചു. ഓക്കെ, കാശ്മീരിനെ സംബന്ധിച്ച് കാശ്മീരിൽ ശരിയാണ് BJPയുടെ നമ്പർ കൂടിയിട്ടുണ്ട്. പക്ഷേ
കാശ്മീർ എന്ന് പറയുന്നത് പഴയ കാശ്മീരല്ല, ഒരു സവിശേഷമായ സാഹചര്യം ഇത്തവണയുണ്ട്. ഒരു പതിറ്റാണ്ടിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ BJP കൈവരിക്കാൻ ഉദ്ദേശിച്ച നേട്ടം ഇതല്ലല്ലോ. നിങ്ങൾക്ക് കാശ്മീർ താഴ്വരയിൽ ആ തരത്തിൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കോയലേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജമ്മു തൂത്തുവാരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നാഷണൽ കോൺഫറൻസ് കംഫർട്ടബിൾ മെജോറിറ്റിയോടെ, കേവല ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഒരു പ്രീ പോൾ അലയൻസ് എന്നുള്ള നിലയിൽ കോൺഗ്രസ്, CPM, NC സഖ്യത്തിനുണ്ട്. അത് BJP ഒരു വലിയ തിരിച്ചടിയായി കാണുന്നില്ലേ? അഭിലാഷ്, അതിനു മുമ്പ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. കാരണം ഒന്ന്, BJPയുടെ ഈ ഹരിയാനയിലെ വിജയത്തിൻ്റെ ഒരു പകിട്ട് കുറയ്ക്കാൻ വേണ്ടി അതിനെ ജാതിയുമായി ബന്ധപ്പെടുത്തിയിട്ടും അതല്ലെങ്കിൽ ജാട്ടുകളുടെ വികാരവുമായി ഒക്കെ ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടു. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു അക്കാഡമിക് ആയിട്ട് തന്നെ നിങ്ങൾ അതിനെ സമീപിച്ചാൽ BJP ഹരിയാനയിൽ ജാതിക്കുപരിയായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് 10 വർഷം മുമ്പ് പോയതാണ്. മനോഹർലാൽ ഖട്ടർ ഹരിയാനയിലെ കേവലം 1%, 2% ഉള്ളൊരു ജനവിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവാണ്. അങ്ങനെ ഒരാളെ 18 വർഷമായി തുടർച്ചയായി ജാട്ട് മുഖ്യമന്ത്രിമാരുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കാൻ ഒരു അസാമാന്യമായിട്ടുള്ള ധൈര്യം വേണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്. അത് BJP അവിടെ കാണിച്ചു എന്നുള്ള ജാതിക്ക് അതീതമായി ചിന്തിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ BJPയുടെ പരിശ്രമങ്ങൾക്ക് ഹരിയാനയിൽ സാധിച്ചിട്ടുണ്ട്. അതിന് കിട്ടിയിട്ടുള്ള വിജയമാണ്. അവിടെ ജാതി രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. ആ ജാതി രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ പരിശ്രമങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം. ഇത് ഈ രാജ്യത്തിന് ഗുണകരമാണ്. കാരണം കോൺഗ്രസ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഹരിയാനയിലെ ജനങ്ങൾ അതിന് അനുവദിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള സന്ദേശമല്ലേ കിട്ടിയത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ്, ഈ BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയം ഏതെങ്കിലും തരത്തിൽ അതിനെ കാസ്റ്റിക്കേഷനുമായി ബന്ധപ്പെടുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. കാരണം BJP ജാതിക്ക് അതീതമായി അവിടെ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് 10 വർഷക്കാലം തുടർച്ചയായി അവർ തെരഞ്ഞെടുപ്പ് വിജയവും നേടി. ജാതിക്ക് അതീതമായി തെരഞ്ഞെടുപ്പ് വിജയം നേടി കാണിച്ചു കൊടുത്തൊരു സ്ഥലം കൂടിയാണ് ഹരിയാന എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ BJPക്കെതിരായി കൊണ്ടുവന്ന എല്ലാ നറേറ്റീവുകളോടെ പരാജയപ്പെട്ടു. കർഷക സമരം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പുട്ടിന് പീരയിടുന്നത് പോലെ എല്ലാ ചർച്ചയിലും നിങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും ഒക്കെ ഇരുന്നിവിടെ ആവർത്തിച്ചവരാണ്. അതെല്ലാം മറികടന്നുകൊണ്ട് കർഷക സമരം BJPക്കെതിരായി ഗ്രൗണ്ട് ലെവലിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരു വേവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഇവിടെ തെളിഞ്ഞു. അവിടെ ആന്റി ഇൻകംബൻസി ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായി വന്ന വ്യക്തി പറഞ്ഞത് നഗര കേന്ദ്രീകൃത മേഖലകളിൽ മാത്രമാണ് അങ്ങനെയല്ല. ഹരിയാനയിൽ ഗ്രാമീണ മേഖലകളിലും BJP വിജയം നേടിയിട്ടുണ്ട്. കർഷക മേഖലകളിലും BJPയാണ് വിജയിച്ചിട്ടുള്ളത്. BJPക്ക് പരമ്പരാഗതമായി ശക്തി ഉണ്ടായിരുന്ന പ്രദേശമല്ല ഹരിയാന. BJP കഴിഞ്ഞ 10-15 വർഷക്കാലമായി ബിൽഡണമായിട്ടും BJPക്ക് നല്ല വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. യുവാക്കളുടെ കാര്യം, ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രചാരണമായുധമായിരുന്നു അഗ്നിവീർ പദ്ധതി. രാഷ്ട്രീയ പരീക്ഷണം നടത്തുന്നിടത്ത് അങ്ങ് കാശ്മീരിൽ നിന്ന് നേരെ ഹരിയാനയിലേക്ക് വീണ്ടും തിരിച്ചു വന്നു, വളരെ തന്ത്രപരമായി. കാശ്മീരിലേക്ക് ഞാൻ തിരിച്ചൊന്ന് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു വലിയ രാഷ്ട്രീയ പരീക്ഷണം നടത്തുന്നയിടത്ത് ജനവിധി തെറ്റാണ് എങ്കിൽ അതിന്റെ സ്വാഭാവികമായ ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണെന്ന് അംഗീകരിച്ചു പോവുകയാണല്ലോ ഒരു രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത്. അപ്പോ കാശ്മീരുമായി ബന്ധപ്പെട്ട് PDP സഖ്യം പൊളിഞ്ഞതിന് ശേഷം നിങ്ങൾ വരുത്തിയ ഭരണ പരിഷ്കാരങ്ങൾക്ക് എതിരായിരുന്നു കാശ്മീർ ജനത എന്നത് അംഗീകരിച്ചു കൊടുക്കോ? അല്ല, നിങ്ങൾ 4 പേരും ഇരുന്ന ഒരു 15 മിനിറ്റ് നേരം ഹരിയാനയെക്കുറിച്ച്, ഹരിയാനയിലെ BJPയുടെ വിജയത്തെക്കുറിച്ച് ഇകഴ്ത്തി കാണിച്ച ശേഷം എൻ്റെ അവസരം വരുന്ന സമയത്ത് കഥാപ്രസംഗം പോലെ അതാ ഹരിയാനയിലേക്ക് നോക്കൂ, അല്ല കാശ്മീരിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇതൊന്ന് പൂർത്തീകരിക്കട്ടെ, അങ്ങോട്ട് വരാം. ഹരിയാനയിലെ വിഷയം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഒരു വർഷമോ 2 വർഷമോ ആയി ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു മേഖലയിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. ആ പ്രദേശത്തെ നെറേറ്റീവുകളാണ് നിങ്ങൾ രാജ്യം മുഴുവൻ പ്രചരിപ്പിച്ചത്. കോൺഗ്രസ് പ്രചരിപ്പിച്ചത് രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ പ്രചരണായുധം അഗ്നിവീർ പദ്ധതി. കോൺഗ്രസ് അനുകൂലമായ ചോദ്യങ്ങളൊന്നും അല്ല ഉണ്ടായത്. എല്ലാവരും ഹരിയാനയിലെ വിജയം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ BJPയുടെ വിജയം, കോൺഗ്രസിന്റെ തന്ത്രപരമായ പരാജയം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് സംസാരിച്ചത്. അങ്ങാണ് കാശ്മീരിനെ പറ്റിയുള്ള ആദ്യ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ സ്കിപ്പ് ചെയ്തു പോകുന്നത്. ഒരു തവണയല്ലേ മറുപടി പറഞ്ഞോളൂ. അല്ല, ഞാൻ ഒരു തവണയല്ലേ, ഞാനത് പറഞ്ഞിട്ട് കാശ്മീരിലേക്ക് വരാം. ഇന്ന് എനിക്ക് കുറച്ച് സമയം അധികം തന്നാൽ മതി. ഞാൻ ജയിച്ചു നിൽക്കുകയല്ലേ, കുറച്ച് സമയം അധികം എന്താ ആ ഒരു കട്സി കാണിക്കൂ. ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധമായിരുന്നു അഗ്നിവീർ. രാജ്യത്തെ സൈന്യത്തിന്റെ മൊറയിൽ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി അഗ്നിവീറുമായി ബന്ധപ്പെട്ട് നിരവധി നുണകൾ രാഹുൽ ഗാന്ധി പറഞ്ഞു. ആ നുണകളെ മുഴുവൻ ഹരിയാനയിലെ ജനങ്ങൾ തിരസ്കരിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിയുടെ രാജ്യവിരുദ്ധ പ്രസ്താവനകൾ, രാജ്യത്തിന് പുറത്തുപോയി ഇന്ത്യക്കെതിരായി ചെയ്യുന്ന, ഈ രാജ്യത്തിനെതിരായി ചെയ്യുന്ന പ്രസ്താവനകളൊക്കെ ദേശസ്നേഹികളായിട്ടുള്ള ഹരിയാനയിലെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള മറുപടിയാണ് അവിടുത്തെ BJPയുടെ വിജയം എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷന്റെയും EVMന്റെയും കാര്യം പറഞ്ഞു. വളരെ നിരാശാജനകമാണ് കോൺഗ്രസിന്റെ പ്രതികരണം എന്ന് പറയുന്നത്. രാജ്യം
അത്ര വർഷക്കാലം ഭരിച്ച പാർട്ടിയാണ്. ജനാധിപത്യത്തിൽ പരാജയം സംഭവിക്കുമ്പോൾ അത് അംഗീകരിക്കാനുള്ള ഹൃദയവിശാലത കാണിക്കണം. അവിടെ പരാജയം സമ്മതിക്കാൻ, അതല്ലെങ്കിൽ ജനങ്ങൾ തിരിച്ചടി നൽകുമ്പോൾ അത് സമ്മതിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ കാര്യം എന്താ അവർ പറയാത്തത്? അവർക്ക് അത്യാവശ്യം മുന്നേറ്റം ഉണ്ടായ സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ EVM നല്ലതായിരുന്നോ? ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവർ EVM-നെ കുറിച്ച് ഒന്നും ഒരു പരാതി എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇരുന്ന് വീണ്ടും EVM-നെ കുറിച്ച് കുറ്റം പറയുന്നത് വാസ്തവത്തിൽ അങ്ങേയറ്റം നിരാശാജനകമാണ്. കോൺഗ്രസ് മുഴുവൻ ഇപ്പോൾ ദേശവിരുദ്ധ ശക്തികളെ കയ്യിൽപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്യവിരുദ്ധ നറേറ്റീവാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ സംശയത്തിന് നിലനിർത്തി ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ മഹിമ കുറയ്ക്കാനുള്ള ബോധപൂർവമായ പരിശ്രമം രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ജോർജ് സോറോസ് അടക്കമുള്ള ആളുകളും ചേർന്ന് നടത്തുന്നു. രാജ്യാന്തര തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന്റെ വക്താക്കൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനുള്ള ഭാഗമാണ് ഇത്തരം മറുപടികൾ. ഒന്ന്. രണ്ട്, നിങ്ങൾ കാശ്മീർ കാര്യം ചോദിച്ചു. നോക്കൂ, കാശ്മീരിലും ജനാധിപത്യം വിജയിച്ചു എന്ന് ഞങ്ങൾ പറയുള്ളൂ. കാശ്മീരിലും ദീർഘകാലം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവിടെ തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ഷെയ്ഖ് അബ്ദുള്ളയെ പിടിച്ച് ജയിലിലിട്ട പാർട്ടിയാണ് കോൺഗ്രസ്. എങ്ങനെയാണ് കാശ്മീരിൽ തീവ്രവാദം വന്നത് നമുക്കൊക്കെ അറിയാം. ഈ കാശ്മീരിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പെടുന്ന സമയത്ത് 174 അനിഷ്ട സംഭവങ്ങളുണ്ടായ കാശ്മീരിൽ ഇത്തവണ ഒരൊറ്റ സ്ഥലത്ത് പോലും അനിഷ്ട സംഭവം ഉണ്ടായില്ല. മാധ്യമങ്ങൾക്ക് പറയേണ്ടി വന്നില്ല. അവിടെ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായില്ല. ജനങ്ങൾ സമാധാനപരമായി വോട്ട് ചെയ്തു. അവിടെ സാധാരണത്തിലും കൂടുതൽ വോട്ടിംഗ് പെർസെന്റേജ് വന്നു. ജനങ്ങൾ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുത്തു. ഈ രാജ്യത്ത് വിശ്വാസം അർപ്പിച്ചു. അങ്ങനെ മാറ്റം ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. കാശ്മീരിൽ കാഴ്ചവെച്ചു ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം. ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട്. ശരി, ഇവിടെ ശ്രീ മോഹൻ വർഗീസ്, കാശ്മീരിന്റെ ജനവിധി കൂടി നമ്മളൊന്ന് പരിശോധിച്ചാൽ പലരും ഒരു തൂക്ക് സഭയാണ് പ്രതീക്ഷിച്ചത്. കാരണം കാശ്മീരിൽ ഈ വോട്ട് വിഭജനം കാര്യമായി നടക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ നോക്കൂ, എഞ്ചിനീയർ റാഷിദിന്റെ ബരാമുളയിൽ ജയിച്ച എഞ്ചിനീയർ റാഷിദിന്റെ അവാമി പാർട്ടി ഉണ്ടായിരുന്നു, ഈ PDP ഉണ്ടായിരുന്നു, കാശ്മീർ വാലിയിൽ വോട്ട് ഭിന്നിക്കാൻ സജ്ജാദ് ലോൺ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും നാഷണൽ കോൺഫറൻസ് അവരുടെ വാലിയിലെ കോട്ട കാക്കുകയും ജമ്മുവിൽ BJP-യുടെ സമ്പൂർണ്ണമായ ആധിപത്യം നേടൽ കോൺഗ്രസും NCയും ചേർന്നുള്ള സഖ്യം തടയുകയും ചെയ്തതോടുകൂടി എനിക്ക് തോന്നുന്നു കാശ്മീർ ഒരു ക്ലിയർ മാൻഡേറ്റ് നൽകിയത് രാജ്യത്തിനും ഒരു സിഗ്നലാണ്. തീർച്ചയായും ഒരു വ്യക്തമായ മാൻഡേറ്റ് ആണ് കാശ്മീർ നൽകിയത്. എങ്ങനെയാണ് നമ്മൾ കാശ്മീർ നൽകിയ മാൻഡേറ്റിനെ ഒന്ന് വ്യാഖ്യാനിക്കുക, ഇന്റർപ്രറ്റ് ചെയ്യുക? നോക്കൂ, കാശ്മീരിൻ്റെ 2 പ്രദേശങ്ങൾ, ജമ്മു ആൻഡ് കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ 2 മേഖലകൾ. ജമ്മു മേഖലയെ നമുക്കറിയാം, ആകെയുള്ള 90 സീറ്റുകളിൽ 43 സീറ്റ് കടന്നു വരുന്ന ജമ്മു മേഖല എക്കാലത്തും BJP-യുടെ ശക്തി കേന്ദ്രമാണ്. മുൻകാലങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നു, ഇപ്പോൾ അത് BJP തന്നെയാണ് അവിടുത്തെ നിർണായക സാന്നിധ്യം. അവിടെയാണ്, ആ ഭാഗത്താണ് BJP-ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന 29 ലീഡിൽ 29 സീറ്റെന്ന് തന്നെ കൂട്ടാം. 29 സീറ്റിൽ 29 കടന്നു വന്നിരിക്കുന്നത് ജമ്മു മേഖലയിലെ 43 സീറ്റിൽ നിന്നുമാണ് വരുന്നിരിക്കുന്നത്. എന്നാൽ കാശ്മീർ മേഖലയിലേക്കും പ്രത്യേകിച്ച് ശ്രീനഗർ താഴ്വരയിലേക്ക് കടന്നു വരുമ്പോൾ സ്ഥിതിഗതികൾ മാറുകയാണ്. അവിടുത്തെ പ്രധാന കക്ഷി, ഒരിക്കൽ കൂടിയ പ്രധാന കക്ഷി എന്ന സ്ഥാനം നാഷണൽ കോൺഫറൻസ് തിരിച്ചുപിടിച്ചിരിക്കുന്നു. നാഷണൽ കോൺഫറൻസിന് ചിറകിലേറി കോൺഗ്രസിനും അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് അവർ 49 സീറ്റിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയാണ് 40 സീറ്റോളം നാഷണൽ കോൺഫറൻസിനും 8-9 സീറ്റ് കോൺഗ്രസിന് ലഭിക്കുമ്പോൾ അങ്ങനെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാവുന്ന, ഒരു പക്ഷേ ഒമർ അബ്ദുള്ളയ്ക്ക് മുഖ്യമന്ത്രിയാകാവുന്ന ഒരു നിലയിലാണ്. ഇവിടെ നോക്കൂ, ഒരു പാർട്ടിയുടെ പതനം വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. PDP എന്ന പാർട്ടി, മെഹബൂബ മുഫ്തിയുടെ പാർട്ടി, അവർ മുഖ്യമന്ത്രിയായിരുന്നു എന്ന് ഓർക്കണം. BJP ബാന്ധവം കൊണ്ട് ഉണ്ടായ ഒരു ഡാമേജ് സംഭവിച്ചിരിക്കുന്നത് PDP-ക്കാണ്. അപ്പോൾ PDP-യുടെ ബേസ് തന്നെ ഇറോഡ് ചെയ്തു പോവുകയും നാഷണൽ കോൺഫറൻസ് ഒരിക്കൽ കൂടി ആ സ്ഥാനം നേടുകയും ചെയ്തു. എന്നാൽ ഇനി നോക്കൂ, BJP-യുടെ സ്ട്രാറ്റജി, കാശ്മീർ എഴുതിത്തള്ളാവുന്ന സംസ്ഥാനമല്ല. ജമ്മു ആൻഡ് കാശ്മീരിൽ BJP-ക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനം ജമ്മു മേഖലയിലെ 35ഓളം സീറ്റുകളിൽ BJP ജയിച്ചു വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു 10-15ഓളം സ്വതന്ത്രന്മാർ കാശ്മീർ താഴ്വരയിൽ ജയിച്ചു വരും. അത് പല ചെറിയ പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമി ഫീൽഡ് ചെയ്ത കാൻഡിഡേറ്റ് ഉണ്ട്. അതുപോലെ എഞ്ചിനീയർ റാഷിദിൻ്റെ പാർട്ടി വടക്കൻ കാശ്മീർ, ഏറ്റവും വടക്കൻ മേഖലയായ കാശ്മീരിൽ ചെറിയ സ്വാധീനമുള്ള പാർട്ടിയാണ്. ആ പാർട്ടിയോടൊപ്പം തന്നെ പ്രാദേശിക പിന്തുണയുള്ള ശക്തരായ സ്വതന്ത്രരെയും ഒരുമിച്ച് ചേർത്ത് 35നോടൊപ്പം ഒരു 10 സീറ്റും കൂടി ഇനി ഒക്കുമെങ്കിൽ മെഹബൂബ മുഫ്തിയുടെ പാർട്ടിയുമായി ഒരിക്കൽ കൂടി നീക്കുപോക്ക് നടത്താം. അങ്ങനെ 46 എന്ന മാജിക് നമ്പർ, ഇനി 46 എന്ന നമ്പർ കിട്ടിയില്ലെങ്കിലും 43 നമ്പർ കിട്ടിയാലും മതി. 5 പേരെ നാമനിർദ്ദേശം ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് കഴിയും. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം 48 തൊട്ടില്ലെങ്കിൽ മറ്റെല്ലാ സാധ്യതകളും മാധു, എല്ലാ സാധ്യതകളും തുറന്നു വരുമായിരുന്നു. ഈ 45-ൽ താഴെ പോയിരുന്നു എന്ന് കരുതുക.
കോൺഗ്രസ് NC സഖ്യം. അങ്ങനെയെങ്കിൽ ഞാൻ ഈ പറയുന്ന ഹൈപ്പോത്തറ്റിക്കലി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധ്യമാകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല. വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ മുന്നണി, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞത് ശരിയല്ല, നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് ഭരണത്തിലെത്താനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങുമ്പോൾ ശ്രീ സന്ദീപ് വാര്യർ ഒറ്റ ചോദ്യം നോക്കൂ. ഈ PDP എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ തവണ വാലിയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ്. 25 സീറ്റ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെ ചേർന്ന് ഭരിച്ചു. ഇപ്പൊ അവർക്കുള്ള സീറ്റ് വെറും 3 സീറ്റാണ്. ഇനി JJP ദുഷ്യന്ത് ചൌട്ടാലയുടെ പാർട്ടി കഴിഞ്ഞ തവണ 10 സീറ്റ് നേടി വളരെ മികച്ച പ്രകടനം ഹരിയാനയിൽ കാഴ്ചവെച്ചതാണ്. നിങ്ങളുടെ കൂടെ ചേർന്ന് ഭരിച്ചു. ഇപ്പൊ 1% വോട്ട് തികച്ചു കിട്ടിയിട്ടില്ല. ചൌട്ടാല 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ ആണ്. ഇപ്പൊ BJPയുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ ചെറിയ പാർട്ടികൾ ഇല്ലാതാവും, ഉപ്പുവെച്ച കലം പോലെ ആകും ആ പാർട്ടികൾ എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആ വർത്തമാനം ഒരിക്കൽ കൂടി ശരിവെക്കുകയാണ് ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളും. നിങ്ങളുടെ കൂടെ കഴിഞ്ഞ തവണ കൂട്ടുചേർന്ന 2 കക്ഷികളും ഇത്തവണ പച്ച തൊട്ടിട്ടില്ല. അല്ല, അത് എങ്ങനെയാ പറയാൻ സാധിക്കുക? ഞങ്ങൾക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് നിരവധി ഘടകകക്ഷികളില്ലേ? എത്രയോ കാലമായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾ, അവരിൽ ആരുടെ ശക്തിയാണ് ചോർന്നു പോയിട്ടുള്ളത്? ഇപ്പോൾ ബീഹാറിലെ നിതീഷ് കുമാർ ഉണ്ട്, അല്ലെങ്കിൽ ആന്ധ്രയിലെ ചന്ദ്രബാബു ഉണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് സഖ്യകക്ഷികളുണ്ടല്ലോ. മറുവശത്ത് കോൺഗ്രസിന് സഖ്യകക്ഷികളില്ലാതെ BJPയോട് വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതല്ലേ സത്യം. സഖ്യകക്ഷികളുടെ കാലിന്മേലല്ലാതെ കോൺഗ്രസിന് നിൽക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. നേരിട്ടുള്ള ഒരു ഫൈറ്റിലും കോൺഗ്രസിന് BJPയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത്. കോൺഗ്രസ് ഏത് സംസ്ഥാനത്താണ് ഇപ്പോൾ BJPയെ ഡയറക്റ്റ് ഫൈറ്റിൽ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന സ്ഥിതിയിലുള്ളത്? അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് സമ്പൂർണ്ണമായി വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിനെതിരായിട്ട് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചണ്ഡമായ പ്രചരണം, വിദേശ മണ്ണിൽ പോയി നടത്തുന്ന പ്രചരണങ്ങളിൽ ജനങ്ങൾക്കുള്ള മടുപ്പ്, ജനങ്ങൾക്കുള്ള വെറുപ്പ്, അതെല്ലാമാണ് ഹരിയാനയിലൊക്കെ നയിച്ചത്. ഇനി നിങ്ങൾ സൂചിപ്പിച്ച ഈ കാശ്മീരിലെ താഴ്വരയിലെ കാര്യം, കാശ്മീർ താഴ്വരയിൽ BJPക്ക് പണ്ടും സ്വാധീനമൊന്നുമില്ല. നമുക്കറിയാം അത് എന്തുകൊണ്ടാണ് BJPക്ക് സ്വാധീനമില്ലാത്തതെന്ന്. BJPക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമാണ് കാശ്മീരിലുണ്ട് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ളത്. ആ ജമ്മു മേഖലയിലൊക്കെ BJP നേടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് വലിയ മുന്നേറ്റം തന്നെയാണ്. ആ മുന്നേറ്റമുള്ളപ്പോഴും ജനാധിപത്യം വിജയിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം. ജമ്മു ആൻഡ് കാശ്മീരിൽ ഈ ആർട്ടിക്കിൾ 370യുടെ അബ്രോഗേഷന് ശേഷം നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ സമാധാനപരമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ ഒരു തരത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മാൾ പ്രാക്ടീസ് നടന്നതായിട്ട് ഒരു ആക്ഷേപവുമില്ല. പാകിസ്ഥാന് പോലും ഇല്ലാത്ത ആക്ഷേപമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പാകിസ്ഥാന് പോലും അങ്ങനെ ആക്ഷേപമില്ല. സാധാരണ രീതിയിൽ കാശ്മീരിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ആക്ഷേപം ഉന്നയിക്കേണ്ടത് പാകിസ്ഥാനാണെങ്കിൽ ഇവിടെ അവർക്ക് പോലും ആ ഒരു ആക്ഷേപമില്ല. കാശ്മീരിൽ വളരെ ഫെയർ ആൻഡ് ഫ്രീ ആയിട്ടൊരു ഇലക്ഷൻ നടന്നു. ഒരുപക്ഷെ കാശ്മീരിൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വിമർശനങ്ങളില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരു അക്രമ സംഭവം പോലും റിപ്പോർട്ട് ചെയ്ത തെരഞ്ഞെടുപ്പ് നടന്നു. ജനങ്ങൾ വന്ന് വോട്ട് ചെയ്തു. ഇന്ത്യയുടെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം അവർ ഊട്ടിയുറപ്പിച്ചു. കാശ്മീരിലെ ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ ഇലക്ഷൻ നടക്കുകയും ഒരു വിധി ഉണ്ടാവുകയും ചെയ്തു. ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായിരിക്കും. പക്ഷേ കോൺഗ്രസ് കാശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മോശം സംഭവിച്ചു എന്ന അഭിപ്രായം പറഞ്ഞതായി ഞാൻ കേട്ടില്ല. വരാമൊരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക്. ശ്രീ നൗഷാദ് അലി, ഇപ്പം കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, കോൺഗ്രസിലെ അണികൾ BJPയുടെ അണികൾ 2 വശത്ത് നിൽക്കട്ടെ. അല്ലാതെ ആഗ്രഹിക്കുന്ന പല ആളുകൾ, പല ഘടകങ്ങൾ, തൽപര കക്ഷികൾ ഒക്കെ ഉണ്ടായിരിക്കും. അവനവൻ അനീതിയുണ്ടായി ഈ രാഷ്ട്രീയത്തിൽ അതിന് ഒരു ഫലം കാണില്ല എന്ന് വിചാരിക്കുന്നവരാണ് സ്വാഭാവികമായും അപ്പുറത്ത് നിൽക്കുന്നവരെ ഓപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കൂ, ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞത് കേട്ടോ, കർഷക സമരം, ഈ ഗുസ്തി താരങ്ങളുടെ സമരം, അഗ്നിവീറുകളുടെ പ്രശ്നം, ഇതൊക്കെ ജെനുവിൻ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. പക്ഷെ അതിനൊന്നും അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു കെൽപ്പ് നിങ്ങൾക്കില്ല എന്ന ബോധ്യം ഇപ്പോഴും ആ അടിസ്ഥാന ഘടകങ്ങളിൽ നിൽക്കുന്നുണ്ട്. മാധു, ഇവിടെ പറയപ്പെട്ടു BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ BJPയാണ് ജയിക്കുന്നത് എന്ന്. ഈ ഹിമാചൽ പ്രദേശും തെലങ്കാനയും കർണാടകയൊക്കെ ഇന്ത്യയിലല്ല എന്നൊരു അഭിപ്രായം BJPയോട് സ്നേഹിതനുണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ടാമതായിട്ട്, ഈ BJP എന്ന പാർട്ടി ആരാണോ അവരോട് കൂട്ടുചേരുന്നത്, ആരാണ് അവരെ സഹായിക്കുന്നത്, അവരെ കൊന്നു തിന്നുന്നൊരു പാർട്ടിയാണ്. ഒറീസയിൽ ബിജു ജനതാദളാണ് BJPക്ക് മേൽവിലാസം ഉണ്ടാക്കിയത്. മഹാരാഷ്ട്രയിൽ ശിവസേനയാണ്, അതുപോലെ പഞ്ചാബിൽ അകാലിദളാണ്. ഇവരെയൊക്കെ കൊന്ന് ഭക്ഷിച്ച് തടിച്ചു വീർത്ത ഒരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് BJPയുടെ രാഷ്ട്രീയ ധാർമ്മികതയൊന്നും കൂടുതൽ പറയേണ്ടതില്ല. പിന്നെ മാധു ചോദിച്ച കാര്യം, ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് കൊണ്ട് മാധു വിഷയങ്ങളോടുള്ള സമീപനം ഒന്നും അവസാനിക്കുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം. ശ്രീ നൗഷാദ് അലി, ഗുലാം നബി ആസാദിന്റെ രാജിക്കത്തിലെ 49 കണക്ക് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. 49 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടരെ തോറ്റ ഒരു സാഹചര്യം അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പോ? നിങ്ങൾ പഠിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇനി എന്ന് പഠിക്കാനാണ്?
അല്ല, അത് നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റത് കൊണ്ട് നിങ്ങൾ എഴുതി തള്ളേണ്ട കോൺഗ്രസിനെ. ഇവിടെ ഇതുപോലെ തന്നെ നിരന്തരമായിട്ട് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് മധ്യപ്രദേശും ഛത്തീസ്ഗഡും രാജസ്ഥാനും ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നത്. നിങ്ങളൊക്കെ 400 പാറിൽ വിശ്വസിച്ചവരായിരിക്കുമല്ലോ. എന്ത് സംഭവിച്ചു ഇവിടെ? അപ്പൊ ഇതൊന്നും ഇന്ത്യൻ ജനാധിപത്യം മാറിയും മറിഞ്ഞും ഒക്കെ ഇരിക്കും. ചിലപ്പോൾ ക്ഷണികമായ ഇത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ കുരുട്ട് വിദ്യകളും തിരുട്ട് പണികളൊക്കെ പ്രയോഗിക്കുന്നവർക്ക് ലഭിച്ചു എന്നും ഇരിക്കും. പക്ഷെ അതൊന്നും അന്തിമമല്ല. ഇതൊക്കെ മാറി മറിയും. കഴിയില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രബല ശക്തി തന്നെയാണ് കോൺഗ്രസ്. ഒരു പതിറ്റാണ്ട് മുമ്പ് 20% പോയ കോൺഗ്രസ് 40% എത്തുന്നു. അവിടുത്തെ ഓപ്പോസിഷൻ ഫോഴ്സായി നിൽക്കുന്നു. അപ്പോഴും ഭരണം പിടിക്കാൻ കഴിയുന്നില്ല ഹരിയാനയിൽ എന്നുള്ളതാണ് കോൺഗ്രസ് ഇന്ന് ഈ ദിവസത്തെ മറക്കാൻ ആഗ്രഹിക്കുന്ന ദിവസമായി കാണാൻ കാരണം. കേരളത്തിലെ മാധ്യമങ്ങളും കോൺഗ്രസും പറഞ്ഞത് BJP തോറ്റുപോകുമെന്നാണെന്നാണ് ചർച്ച തുടങ്ങി വെച്ചപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞത്. ഇപ്പോ നിങ്ങൾ എഴുതി തള്ളി എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും ആരോപണം. കേരളത്തിലെ മാധ്യമങ്ങളല്ല, ഇന്ത്യയിലെ മുഴുവൻ എക്സിറ്റ് പോൾ ഏജൻസികളും മുഴുവൻ പോൾസ്റ്റേഴ്സും മുഴുവൻ മാധ്യമങ്ങളും ഒരു ഇലക്ഷൻ പണ്ഡിറ്റ് പോലും ഹരിയാനയിൽ BJP ഹാട്രിക്ക് പ്രവചിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. എല്ലാവരും കോൺഗ്രസിന്റെ വരവാണ് പറഞ്ഞത്. ഒരൊറ്റ ഏജൻസി പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും 50 സീറ്റുകളുമായി ഹരിയാനയിൽ വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. BJP 35-ൽ ഒതുങ്ങിപ്പോയിരിക്കുന്നു. അതേസമയം കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അധികാരം ഉറപ്പിച്ചിരിക്കുന്നു. ഒമർ അബ്ദുള്ള കശ്മീരിൽ മുഖ്യമന്ത്രി.